ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വയ്യാഴിയുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ടും അടുക്കളയിൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് കയറിയത്. ഞാനങ്ങനെ ആദ്യം തന്നെ നമുക്ക് ഇച്ചിരി ചായ ഉണ്ടാക്കാൻ കരുതി. അപ്പം ഞാൻ പാല് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒട്ടും വയ്യാതെ ഗൈസ്. എനിക്ക് നിൽക്കുന്നിടത്തൊന്നും തല കറങ്ങുന്ന പോലെയും, പിന്നെ ആണെങ്കിൽ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ നേരം തൊണ്ടയിൽ ഇങ്ങനെ എന്തോ ഒരു, നമുക്ക് വൊമിറ്റ് ചെയ്യുന്നതിന് മുന്നേ തൊണ്ടയിൽ ഇങ്ങനെ എന്തോ ഇരിക്കുന്ന പോലെ തോന്നും. ആ ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ഒട്ടും വയ്യാതെ ഞാൻ എങ്ങനെയൊക്കെയോ ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി രാഹുലേട്ടന് കൊടുത്ത്. ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആടുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അത്രയും ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നിക്കൊണ്ടേയിരിക്കുക. ഞാൻ പിന്നെ ഒരുവിധം അങ്ങനെ നിന്നിട്ട് രാഹുലേട്ടന് ചായ ഉണ്ടാക്കി കൊടുത്ത് രാഹുലേട്ടനോട് ഞാൻ കാര്യം ചെന്ന് പറഞ്ഞു. പിന്നെ കുറേ നേരം കിടന്നതിന് ശേഷം ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എണീറ്റത്. പിന്നെ ഞാനത് വിചാരിച്ചു എന്നാൽ പിന്നെ ചപ്പാത്തിക്ക് കുഴയ്ക്കാമെന്ന്. പക്ഷേ എന്നിട്ടും എനിക്കാണെങ്കിൽ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കാൻ നേരം എനിക്ക് വയ്യ, സത്യം പറയാലോ. എനിക്കെന്തോ ഇങ്ങനെ എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല. ഞാൻ തലേദിവസം ഞാനിങ്ങനെ പൊറോട്ടയും പിന്നെ അൽഫാമുമായിരുന്നു കഴിച്ചിരുന്നത്. ഇനി അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ, അതോ ഇനി എന്തെങ്കിലും ഇത്രയും ദിവസം ഞാൻ ഇത്ര കിടന്ന് സ്ട്രെസ് എടുത്ത് ഇതെല്ലാം ചെയ്ത് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ഈസി ആയിട്ടുള്ള പരിപാടിയല്ലെന്ന്. പക്ഷേ അല്ല ഗൈസ്, നല്ല പണിയുണ്ടായിരുന്നു. പിന്നെ ഇത് ഫുള്ള് വൃത്തിയാക്കി ഇടൽ അങ്ങനെയൊക്കെയുള്ള പരിപാടി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. പിത്തു എണീക്കുന്നതിന് മുന്നേ എല്ലാ പരിപാടിയും നടത്തണമല്ലോ. പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിത്തുവും ഞങ്ങളുടെ കൂടെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ രാഹുലേട്ടനാണെങ്കിൽ കൊപ്പത്ത് പോയിട്ടാണെങ്കിൽ മീൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ ചപ്പാത്തിക്കുള്ള കുഴച്ചത് എടുത്ത് ഞാനാണെങ്കിൽ പിന്നെ നമുക്കൊന്ന് പരത്താന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുലേട്ടൻ പറഞ്ഞു നീ പരത്തി വെച്ചാൽ മതി, ഞാൻ വന്നിട്ട് ചുട്ട് തരാമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ പരത്തി വെക്കാനായിട്ട് തുടങ്ങി കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും എനിക്ക് നല്ല വയ്യാഴിയുണ്ട്, എനിക്ക് വീഴാൻ പോണ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുക, ഞാൻ പിന്നെ മാക്സിമം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കണം. അങ്ങനെ രാഹുലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയാണ് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു, പിന്നെ ഒരു വേറെ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ. അപ്പോൾ ഞാൻ പിന്നെ ആണെങ്കിൽ ഫ്ലാസ്കിനകത്ത് ചായ ആക്കി വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഫ്ലാസ്കൊക്കെ കരുതി. അപ്പോൾ നമ്മൾ ചായ തിളപ്പിച്ചിട്ട് ഫുള്ള് പാലിനകത്തും അങ്ങ് ചായ ഉണ്ടാക്കും. അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ ചായ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്ലാസ്കിനകത്താക്കി വെക്കും. അങ്ങനെ രാഹുലേട്ടൻ പിന്നെ ബാക്കിയുള്ള പരിപാടികളെല്ലാം ഏറ്റെടുത്തു. പുള്ളിയാണെങ്കിൽ പോയി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ചായയൊക്കെ ഫുള്ള് ഫ്ലാസ്കിനകത്താക്കി കൊണ്ടുവന്ന് അങ്ങനെയല്ല നമ്മുടെ എന്താ പറയുക ഡൈനിങ് ടേബിളിലൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ അത്രയും സമയം ഞാൻ പോയി കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ രാഹുലേട്ടൻ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ പിന്നെ ഞാനും കഴിക്കാൻ കൂടി. പക്ഷേ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് മനമറിക്കുന്ന പോലെ. എനിക്ക് ചപ്പാത്തിയൊക്കെ വേണ്ടാന്ന് ഞാൻ രാഹുലേട്ടനോട് പറഞ്ഞിട്ട് എന്താ വേണ്ടാത്തതെന്നൊക്കെ രാഹുലേട്ടൻ ചോദിക്കുക. അപ്പം മീൻകറി വെക്കാനായിട്ട് രാഹുലേട്ടൻ എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് തരുമോ, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ അന്നേരമൊക്കെ ഞാൻ നിൽക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് തലകറക്കം വരുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കിടന്നു കേട്ടോ. പിന്നെ രാഹുലേട്ടനാണ് പിന്നെ ഉച്ചക്കത്തൊക്കെ ഉള്ള എല്ലാ കാര്യവും ചെയ്തത്. പുള്ളിയാണെങ്കിൽ മീൻ കറി വെച്ചു, മീൻ വറുത്തു, പിന്നെ ചോറുണ്ടാക്കി, എല്ലാം ചെയ്തു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യാണ്ടായപ്പോഴാണ് രാഹുലേട്ടൻ എന്തെല്ലാം ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്ക് ടെൻഷനായിരുന്നു, ഇനി ഞാൻ എങ്ങനെയും എന്തെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിയെല്ലാം അറിയാം കേട്ടോ, നന്നായിട്ട് എല്ലാം വൃത്തിയിൽ ചെയ്തോളും, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. മീനൊക്കെ ആയാലും കഴുകി എല്ലാം വറക്കാനുള്ളതൊക്കെ മാറ്റി എന്തോ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് പുള്ളി പിന്നെ മീൻകറിയൊക്കെ വെക്കാനുള്ള പരിപാടിയിലേക്ക് മാറി. എന്തൊക്കെ മസാല ഇട്ടേന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. കാരണം എല്ലാം പുള്ളിയുടെ സ്വന്തം റെസിപ്പിയിലൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. എനിക്കതുകൊണ്ട് അതിൻ്റെ എന്തൊക്കെ ഇട്ടേന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ആ പാടെ ഞാൻ അരിഞ്ഞു കൊടുത്ത പച്ചക്കറികളെ പറ്റി മാത്രമേ എനിക്കറിയത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പുള്ളി ഉണ്ടാക്കിയ കറി ഉണ്ടാക്കിയ രീതിയും കാര്യങ്ങളും ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു, ഞാനും കഴിച്ചു. കാരണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെയും ആയാലോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ കഴിച്ചു. അപ്പം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയം ഞാൻ പിന്നെ പോയി കിടന്നു കേട്ടോ. ഞാൻ നല്ല പിന്നെ പിത്തു അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിത്തു ഇടയ്ക്ക് അടുക്കളയിലോട്ട് രാവിലേട്ടനെ ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മണ്ടയ്ക്കോട്ട് കയറുന്നുണ്ടായിരുന്നു കുറേ നേരം. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പിത്തു വന്ന് എന്നെ ഉണർത്തുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. പക്ഷെ പുള്ളി ഒറ്റയ്ക്ക് അവിടെ നിന്നെല്ലാം മാനേജ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് വയ്യാതെ കിടന്നപ്പോൾ. എനിക്കിങ്ങനെ തളർച്ച കാരണം രാവിലേട്ടൻ പറഞ്ഞാൽ എന്നാൽ പിന്നെ നീ കിടന്നു, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ഇതൊക്കെ ചെയ്തത് കേട്ടോ.
അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തപ്പോൾ കഷ്ടം തോന്നി കേട്ടോ. പാവം ഇതൊക്കെ ചെയ്തല്ലോ. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ കിടക്കുന്നിടത്തു നിന്ന് എണീപ്പിച്ച് വന്നിട്ട് തല്ലുണ്ടാക്കി ഫുഡ് ഉണ്ടാക്കിച്ച് കഴിച്ചിട്ടൊക്കെ ഇരിക്കത്തുള്ളൂ. പക്ഷേ ആ, എന്താ ഇത് അത്രയും മനസ്സ് തോന്നിയല്ലോ എല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. ഇത്രയും നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയതിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. വയ്യാഞ്ഞിട്ടും പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഒരു പ്രൊമോഷൻ്റെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് എണ്ണീറ്റിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് ചെയ്തിട്ട് പിന്നെ നീ കിടന്നോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. അപ്പം മീൻകറിയും മീൻ വറുത്തതും ഒക്കെ എങ്ങനെയുണ്ട്, നീ ഉണ്ടാക്കിയതിനെക്കാട്ടി സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഇരുന്ന് വാതോരാതിരുന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാനും കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഞാൻ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് കൊള്ളത്തില്ല എന്നുള്ള മട്ടിൽ. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. വയ്യ പക്ഷേ എനിക്ക് കഴിക്കാനായിട്ട്. ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ചൊപ്പിച്ചു. പിന്നെ ഞങ്ങൾ ആ വീഡിയോ എടുക്കാനായിട്ട് ഈ ഡാൻസും മേളവും ഒക്കെ ആയിട്ട് നിന്നു കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ വയ്യ. എന്നാലും ഞാൻ ഒരുവിധമൊക്കെ ആ ഡാൻസും കാര്യങ്ങളൊക്കെ വലിയ സ്റ്റെപ്പൊന്നും അല്ല, എന്നാലും ചെറിയൊരു സ്റ്റെപ്പൊക്കെയാണ്. അപ്പോൾ നമ്മളതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് അച്ഛനും അമ്മയും വന്നതിന് ശേഷം നേരെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരെ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ടോളാൻ. അപ്പോൾ ട്രിപ്പ് ഇടാനുള്ള തയ്യാറെടുപ്പിലിരിക്കുകയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ സൂചി ഭയങ്കര പേടിയാണ്. പക്ഷേ ഞാൻ പിത്തുവിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് സൂചി കുത്ത് കൊണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കിത് വലിയ പുത്തരിയൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഏകദേശം ട്രിപ്പിട്ട് അവിടെ കിടന്നു. ഒരു 3 മണിക്കൂറോളം ഞാൻ ആ ഹോസ്പിറ്റലിൽ ചിലവിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഇടയ്ക്ക് രാഹുലേട്ടൻ വന്നിട്ട് ഇങ്ങനെ കാലയിലൊക്കെ തിരുമ്മിയൊക്കെ തരുന്നുണ്ടായിരുന്നു. കാരണം ഇടയ്ക്ക് നമുക്ക് കുളിര് പോലെ തോന്നുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് BP കുറഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചോളുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ.